SOG ക്യാമ്പിലെ കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ കടുത്ത മാനസിക പീഡനവും അവധി നൽകാത്തതിലെ മനോവിഷമവും എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ ക്യാമ്പിലെ ശുചിമുറി വൃത്തിയാക്കാൻ വിനീതിനോട് നിർദ്ദേശിച്ചു. വീണ്ടും റിഫ്രഷർ കോഴ്സിന് ചേരാൻ ആവശ്യപ്പെട്ട മേലുദ്യോഗസ്ഥർ ഭാര്യയുടെ പ്രസവത്തിനും വിനീതിന് അവധി നൽകിയില്ല. അവധി നിഷേധിച്ച ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. നിമിഷങ്ങൾ വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിനീതിനെ കോഴ്സിൽ പരാജയപ്പെടുത്തിയെന്ന ആരോപണവും ശക്തമാണ്. മുബഷീർ പി അക്ബർ ചേരുന്നു അരീക്കോട് നിന്നും. മുബഷീർ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണുള്ളത്. ഏതാനും സെക്കൻഡുകൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 30 സെക്കൻഡ് വൈകിയതിനാണ് വിനീതിനെ പരാജയപ്പെടുത്തുന്നത്. മാത്രമല്ല, അദ്ദേഹം ഭാര്യയുടെ പ്രസവത്തിനായി അവധിക്ക് അപേക്ഷിച്ച സമയത്ത് തന്നെ വീണ്ടും കോഴ്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ശിക്ഷാ നടപടി എന്ന പേരിൽ തുടർച്ചയായി ഗാർഡ് ഡ്യൂട്ടി നൽകുന്നു, ശുചിമുറി വൃത്തിയാക്കാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ തുടർച്ചയായ മാനസിക പീഡനമാണ് അദ്ദേഹം അവിടെ നേരിട്ടത് എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത്. ബന്ധുവിന് അയച്ച സന്ദേശത്തിലും ഈ സൂചനകൾ തന്നെയാണുള്ളതല്ലേ? തീർച്ചയായും വിനീത, നമുക്കറിയാം നേരത്തെ ടി സിദ്ദീഖ് MLA പുറത്തുവിട്ട ബന്ധുവിന് അയച്ചൊരു സന്ദേശമുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ടും വിനീത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓട്ടത്തിന്റെ ദൈർഘ്യം ഒന്ന് കൂട്ടാൻ അജിത് സാറിനോട് ആവശ്യപ്പെടണമെന്നുള്ളത്. അജിത് സാർ എന്ന് പറയുന്നത് അരീക്കോട് SOG ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റാണ്. ഈ കമാൻഡോകളുടെ ലീവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്നത് ഈ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ആദ്യഘട്ടത്തിലുള്ള റിഫ്രഷർ കോഴ്സിൽ വിനീത് പങ്കെടുത്തിരുന്നത്. കഴിഞ്ഞ നവംബർ ആദ്യ വാരത്തിലാണ് അദ്ദേഹം ആദ്യത്തെ റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കുന്നത്. 17 ദിവസത്തോളം നീണ്ടുനിന്ന റിഫ്രഷർ കോഴ്സാണിത്. ഒരു മാസത്തെ 17 ദിവസം എന്നുള്ളതല്ല, ഒരു മാസത്തെ അവധി ദിവസങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തി പ്രവൃത്തി ദിവസങ്ങളായിട്ടുള്ള 17 ദിവസമാണ് ഈ ഒരു റിഫ്രഷർ കോഴ്സ് നടന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ ആദ്യമോടെയാണ് ഈ റിഫ്രഷർ കോഴ്സ് അവസാനിക്കുന്നത്. ഈ ഒരു റിഫ്രഷർ കോഴ്സിൻ്റെ ഏറ്റവും ഒടുവിൽ ഓട്ടം ഒരു കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. ഓട്ടം എന്ന് പറയുന്നത് അതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. ആ ഒരു മാനദണ്ഡം അനുസരിച്ച് 5 കിലോമീറ്റർ ദൂരം ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നുള്ളതായിരുന്നു, അല്ല 25 മിനിറ്റിനുള്ളിൽ 5 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കണമെന്നുള്ളതായിരുന്നു അതിൻ്റെ മാനദണ്ഡം. അത് കൃത്യമായിട്ടും അദ്ദേഹം പൂർത്തിയാക്കിയതിനോടൊപ്പം ഒരു 30 സെക്കൻഡ് വൈകി അദ്ദേഹം ആ ഒരു ഓട്ടം പൂർത്തിയാക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടതായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. അദ്ദേഹം ആ ഒരു ആദ്യഘട്ടത്തിലുള്ള കോഴ്സിൽ പരാജയപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം നൽകിയ അവധിക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ വരുന്നു. ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട അദ്ദേഹം നൽകിയിരുന്ന ദീർഘമായിട്ടുള്ള അവധിയിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ കഴിയാതെ പോകുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന് തന്നെ ശിക്ഷാ നടപടികളുടെ ഭാഗമായി SOG ക്യാമ്പിലെ ശുചിമുറികൾ വൃത്തിയാക്കാൻ നിയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം തന്നെ അവിടെ ഗാർഡ് ഡ്യൂട്ടി പോലെയുള്ള ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. 24 മണിക്കൂർ നീണ്ടുനിന്ന അതീവ കഠിന ശിക്ഷാ നടപടിക്ക് തുല്യമായിട്ടുള്ള ഡ്യൂട്ടികളായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ആദ്യഘട്ടത്തിലെ ഈ ഒരു പരിശീലനത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. അതിനുശേഷമാണ് അദ്ദേഹത്തെ നിരാശപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ വിഷമിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഉണ്ടായിട്ടുള്ളത്. ഡിസംബറോടുകൂടി അദ്ദേഹം അവധിക്ക് ആവശ്യപ്പെടുന്നുണ്ട്. ഭാര്യയോടൊപ്പം ചികിത്സയുമായി ബന്ധപ്പെട്ട സമയമൊക്കെ തന്നെ ചിലവഴിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി അവധി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഡിസംബർ 16-ാം തീയതി മുതൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിനോട് അദ്ദേഹത്തോട് ജോയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതിൻ്റെ സർക്കുലറാണ് ആ ഒരു ഘട്ടത്തിൽ SOG അദ്ദേഹത്തിന് നൽകുന്നത്. ആ ഒരു സർക്കുലറാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന 17 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രവൃത്തി ദിവസത്തെ റിഫ്രഷർ കോഴ്സ് പിന്നീട് 30 ദിവസത്തെ പ്രവൃത്തി ദിവസങ്ങളിലേക്ക് മാറിയിട്ടുള്ള ഒരു കോഴ്സായി മാറുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയുള്ള പ്രതീക്ഷിച്ചതുപോലെയുള്ള അവധിയിലേക്ക് മാറാൻ അദ്ദേഹത്തിന് കഴിയാതെ വരുന്നു. അതിൽ കടുത്ത മനോവിഷമം ഉണ്ടാകുന്നു. എങ്കിലും എങ്ങനെയെങ്കിലും അവധി ലഭിക്കുന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർച്ചയായി ഇത്തരത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണല്ലേ? തീർച്ചയായും വിനീത, അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മുൻപ് നടന്നിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഹവിൽദാറായിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അവിടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള ഒരു അസിസ്റ്റന്റ് കമാൻഡിനെതിരായിരുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ളൊരു പരിശീലനം നടക്കുന്നതിനിടയിൽ ഒരു ഹവിൽദാറായിട്ടുള്ള വ്യക്തി കുഴഞ്ഞു വീഴുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വൈകിയത് മൂലം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായി എന്നുള്ള ഗുരുതരമായ പരാതി അതിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അതീവ രഹസ്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന
ഒരു സായുധ സംഘമായതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തയായ ഒരു ഘട്ടത്തിൽ മാറിയുന്നില്ല എന്നുള്ളതാണ് ആ മേഖലയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ അതിനെതിരെ പ്രതികരിച്ച ചില ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുടെ നൊട്ടപ്പുള്ളികളായി മാറുന്നു. അതിലുൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയ്ക്ക് നേരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം പിന്നീട് ഉണ്ടായി എന്ന ആരോപണങ്ങളൊക്കെ തന്നെ അവിടെ നിന്നും ഉയർന്നു വന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പരാതിയായി SOG ക്യാമ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു കമാൻഡോ അവിടെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് പരിശീലനവുമായി ബന്ധപ്പെട്ട് പാനീയങ്ങൾ, കട്ടൻ ചായ പോലെയുള്ള പാനീയങ്ങൾ വിതരണം ചെയ്യുന്നതിന് അദ്ദേഹത്തെയായിരുന്നു നിയോഗിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ അവിടെയുള്ള ഒരു മേലുദ്യോഗസ്ഥൻ ഈ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥനോട് വന്ന് ഇതുവരെ നീ ചെയ്ത വിതരണം നീ അവസാനിപ്പിക്കണം, കട്ടൻ ചായ കൊടുക്കുന്നത് നിർത്തണമെന്ന് പറയുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടൊരു വാക്കുതർക്കം അവിടെ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹവും നൊട്ടപ്പുള്ളിയാകുന്നു. അദ്ദേഹത്തിനോട് പിന്നീട് കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുന്നു. ഒരു തരത്തിലും ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലും ചെയ്യാൻ സാധ്യതയില്ലാത്ത ജോലികളൊക്കെ തന്നെ അല്ലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടികൾ കൊടുത്തതോടുകൂടി അതിൽ മനമെടുത്തുകൊണ്ട് ജോലി അവസാനിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. അത്തരത്തിൽ ആരോപണങ്ങൾക്കപ്പുറത്ത് വസ്തുത ഈ ഒരു SOGയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കടുത്ത തൊഴിൽ സമ്മർദ്ദം, തൊഴിൽ ചൂഷണം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏകാധിപത്യ മനോഭാവത്തോടു കൂടിയാണ് അവിടെയുള്ള പല മേലുദ്യോഗസ്ഥരും കീഴ്ത്തട്ടിലെ ഉദ്യോഗസ്ഥരോട് പെരുമാറുന്നതെന്ന ഗുരുതരമായ ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ SOG ക്യാമ്പിലൊരു കമാൻഡോയുടെ മരണം കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അവിടെയുള്ള മറ്റു ജീവനക്കാരുൾപ്പെടെ ഇത്തരത്തിലുള്ളൊരു വിമർശനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിൽ അവരത് പ്രതികരിക്കാനുള്ള ശ്രമമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കോൺഫിഡൻസ് സ്വഭാവം വെച്ചുകൊണ്ട് പലപ്പോഴും അത് പുറത്തെത്താറില്ല എന്നുള്ളതാണ് ഇവരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഈ ഒരു വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയിൽ കൂടിയാണ് കമാൻഡോ ആയിട്ടുള്ള വിനീതിന്റെ മരണം സംഭവിക്കുന്നത്. ഗുരുതരമായൊരു വിഷയം തന്നെയാണ്. അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദം തന്നെയാണ് വിനീതിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത്.